അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. നമ്മൾക്കറിയാം, അതിൽ പുറത്തായത് ഏകദേശം 9 ലക്ഷം പേരാണ്. 8,97,212 പേർ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 60% പ്രവാസി വോട്ടാണ് എന്നുള്ളതാണ്. പ്രവാസികൾ ഇപ്പോഴും വോട്ട് ചേർത്താൻ, അതായത് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്താൻ താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതോ അതല്ലെങ്കിൽ അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതോ ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് ഒരു അപകടകരമായിരിക്കുന്ന സൂചനയാണ്. അന്തിമ വോട്ടർ പട്ടിക കഴിഞ്ഞാൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ വോട്ട് ചേർത്താനുള്ള വലിയ അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് സാരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. നമുക്ക് നോക്കാം ടോട്ടൽ വോട്ടർ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ക് കാര്യങ്ങൾ എന്നുള്ളത്. ആകെ വോട്ടർമാരുടെ എണ്ണം 2,60,53,644 പേരാണ്. അതിൽ സ്ത്രീ വോട്ട് 1,38,27,319 പേർ. പുരുഷന്മാരുടെ വോട്ട് 1,31,26,048 പേർ. അഥവാ സ്ത്രീ വോട്ടാണ് കൂടുതൽ എന്നർത്ഥം. 1,38,000,000 എന്ന് പറയുന്ന സമയത്ത് പുരുഷന്മാരുടെ വോട്ട് വരുന്നത് 1,31,00,000 അപ്പോൾ 7 ലക്ഷം വോട്ടെങ്കിലും സ്ത്രീകൾക്ക് കൂടുതലുണ്ട്. ആനുപാതികമായിട്ട് വരുന്നില്ല എന്നാണ് ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി പ്രവാസി വോട്ടർമാർ 2,23,558 വോട്ടാണ് പ്രവാസി വോട്ടായിട്ട് രേഖപ്പെടുത്തിയതും പ്രവാസിയുടെ രേഖയിൽ അത് വരികയും ചെയ്തത്. പിന്നെ ചില പ്രവാസികളൊക്കെ നാട്ടിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലവരാണെങ്കിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പോൾ പ്രവാസി വോട്ടായിട്ട് ഔദ്യോഗികമായ രീതിയിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് പ്രകാരം 2,23,558 പേർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സർവീസ് വോട്ടർമാരുടെ എണ്ണം 54,110 പേരാണ്. 18 മുതൽ 19 വയസ്സ് വരെ, അതായത് സ്റ്റാർട്ടിംഗ് ടൈമിൽ പുതിയ വോട്ട് ചേർത്തപ്പെട്ടവർ 4,24,518 പേർ. 85 വയസ്സിന് മേലെയുള്ളവർ 2,04,608 പേർ. ഭിന്നശേഷിക്കാർ 2,43,698 പേർ. കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഒക്ടോബർ മാസത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം 2,78,50,856 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 24,08,000 പേർ ഈ പുറത്തായിരുന്നു. 24,08,008 പേരാണ് കാണുന്നത്. 8 പേര് പുറത്തായിരുന്നു. ഇവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ വോട്ടർ പട്ടിക, അതായത് അവസാനവട്ട വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്തും 2,69,00,000 പേരെ വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നല്ലൊരു ശതമാനം, ഈ പറയപ്പെട്ട ഏകദേശം 9 ലക്ഷത്തോളം ആളുകൾ പുറത്താണ്. വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമില്ലാത്തവരിൽ നല്ലൊരു ശതമാനം പ്രവാസികളാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. ഇതിൽ ഈ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ വോട്ട് രേഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ ഇപ്പോൾ വോട്ട് ചേർത്താനുള്ള അവസരമുണ്ട്. പുതിയ ഫൈനൽ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് വരാൻ പോകുന്ന നിയമസഭയിലെ വോട്ടറായിട്ട് പരിഗണിക്കപ്പെടുമെങ്കിലും ഇപ്പോഴും അതിൽ വോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ന്യൂമറേഷൻ ഫോം, SIR ഫോം ഇനി വരാനില്ല, അതിന് വരില്ല. പകരം എന്ത് ചെയ്യാൻ പറ്റും? പുതിയ വോട്ട് ചേർത്താൻ പറ്റും. അതിൻ്റെ സമയമാണിപ്പോൾ. അത് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല. 6A ഫോം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രവാസികൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പറ്റും. അത് 6A ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അതല്ലെങ്കിൽ ഓൺലൈൻ ഡയറക്റ്റ് ത്രൂ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാനൊരു കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ വോട്ട് ചേർത്ത് തരുന്നതാണ്. അത് ഒരു ഫ്രീ സർവീസ് അല്ല, അവർ പണം കൊടുത്ത് ചെയ്യുന്ന പണിയാണ്. അപ്പോൾ എത്ര പൈസ എന്നുള്ളതൊക്കെ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നതാണ്. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ വോട്ട് ചേർത്താൻ പറ്റും. ഓരോ പണി അതാണ് എന്നതുകൊണ്ട് അവർക്ക് എളുപ്പം സാധിക്കും. താല്പര്യമുണ്ടെങ്കിൽ ആ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, ഈ 6A ഫോം വെച്ചുകൊണ്ട് ആർക്കൊക്കെ വോട്ട് രേഖപ്പെടുത്താം എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങാം. ഒന്ന്, വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരത്വമുള്ളവർ. അതായത് അതിൻ്റെ കണ്ടീഷൻ ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന, ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ആർക്കൊക്കെയാണ് വിദേശികൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ പറ്റും. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായിരിക്കുന്ന പ്രവാസികൾ, അവർ ഇന്ത്യൻ പൗരത്വമുള്ളവരായിരിക്കണം, വിദേശത്ത് താമസിക്കുന്നവരായിരിക്കണം, പാസ്പോർട്ട് ഉള്ളവരായിരിക്കണം, ഇന്ത്യയിൽ സ്ഥിര താമസമുള്ളവരായിരിക്കണം, അതായത് സ്ഥിരമായിരിക്കുന്ന മേൽവിലാസം ഉള്ളവരായിരിക്കണം.
അഥവാ നാട്ടിലുള്ള മേൽവിലാസവുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് BLOയുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഈ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളതിനപ്പുറം നമ്മൾ ആ വോട്ടർ ലിസ്റ്റിൽ പേര് വരിക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ ലിസ്റ്റിന് ഭാവിയിൽ അങ്ങനെയൊക്കെ കണക്ഷൻ ഉണ്ടാവാൻ പറ്റുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ വോട്ട് ചെയ്തോ ചെയ്തിട്ടില്ലേ എന്നുള്ളത് രണ്ടാം ഘട്ടമാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശതമാനം, അതായത് 10 മുതൽ ഏകദേശം 30% പ്രവാസികൾ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ നാട്ടിലേക്ക് വന്ന് വോട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കൂട്ടത്തോടു കൂടി വരുന്നതിൽ ഏറ്റവും കൂടുതൽ UAE-യിലുള്ളവരാണ്. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യ അങ്ങോട്ട് പോകുന്ന സമയത്ത് സൗദി അറേബ്യ, ഒമാന് പോലെയുള്ള രാജ്യങ്ങളിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള താല്പര്യങ്ങൾ കുറവാണ്. പിന്നീട് അവിടുത്തെ വരവും പോക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കണിശമായിരിക്കുന്ന നിയമവ്യവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദുബായിനെ പോലെ എളുപ്പമല്ല എന്നതിനാൽ അവർക്ക് വരവും പോക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട് എന്നതിനാലും പിന്നീട് ഇതിനോട് മൊത്തത്തിൽ താല്പര്യമില്ലാത്തതിനാലും രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തതും കൂടുതൽ നിൽക്കുന്നത് എവിടെയെന്ന് പറയുക UAE-ക്ക് പുറത്താണ്. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ താല്പര്യപ്പെടുന്നത് ഇങ്ങനെയാണ്: എംബസി മുഖാന്തരം അല്ലെങ്കിൽ കോൺസുലേറ്റ് മുഖാന്തരം വോട്ട് ചെയ്യാനാണെങ്കിൽ താല്പര്യം, അതല്ലെങ്കിൽ അവർക്കും താല്പര്യമില്ല. വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വരുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വരുന്നത് UAE-യിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നതും UAE-ലാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്നതും UAE-ലാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഏകദേശം 38 ലക്ഷത്തോളം ഇന്ത്യക്കാർ UAE-ൽ മാത്രം ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന വിഷയം വോട്ടുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം കണിശമാകുന്ന ഒരു രീതി വരികയാണെങ്കിൽ അവിടെ പാസ്പോർട്ട് അതിൽ പ്രധാനമായിരിക്കുന്ന ഒരു കക്ഷിയായിട്ട് അല്ലെങ്കിൽ ഒരു രേഖയായിട്ട് പരിഗണിക്കാൻ സാധ്യത കുറവാണ്. രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നവർക്കുള്ള പരിഗണനാ രീതിയിലേക്ക് അത് മാറാനുള്ള സാധ്യതയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും ആധാർ കാർഡും അതുമായി ബന്ധപ്പെട്ട് ഒരു പൗരത്വ രേഖയായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ നിലവിലൊരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു തീർപ്പ് കൽപ്പിക്കാത്ത രീതിയിൽ അതും അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിരിക്കുന്ന രേഖ ഒന്ന് ജനന സർട്ടിഫിക്കറ്റാണ്. രണ്ടാമത്തത് പിന്നെ നമ്മൾ ഈ പറയപ്പെടുന്ന വോട്ടേഴ്സ് ഐഡൻറ്റി കാർഡല്ല, വോട്ടർ ലിസ്റ്റിലുള്ള പേര് എന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഐഡൻറ്റി കാർഡ് നമ്മുടെ കയ്യിലുണ്ട്, വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഐഡൻറ്റി കാർഡ് ഇല്ല, വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ പോലും പരിഗണിക്കും. പകരം ഐഡൻറ്റി കാർഡ് ഉള്ള ഒരുപാട് ആൾക്കാർ, പ്രവാസികളായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാർക്ക് ഐഡൻറ്റി കാർഡുണ്ട്, വോട്ടർ ലിസ്റ്റിൽ പേരില്ല. ചില ആളുകൾക്ക് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട്, ഐഡൻറ്റി കാർഡില്ല. ചിലർക്ക് 2 ഐഡൻറ്റി കാർഡ്, അത് മുൻപ് കിട്ടിയിരിക്കുന്ന ഐഡൻറ്റി കാർഡ്, ആ ഐഡൻറ്റി കാർഡ് നമ്പറല്ല ഇപ്പോഴത്തെ വോട്ടർ ലിസ്റ്റിൽ പരിഗണിക്കുന്നത്. പുതിയൊരു ഐഡൻറ്റി കാർഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് പുതിയ ഐഡൻറ്റി കാർഡ് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡൻറ്റി കാർഡ് അക്ഷയ പോയാൽ അത് ലഭിക്കുന്നതാണ്. അക്ഷയ പോയി ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് പുതിയ ഐഡൻറ്റി കാർഡ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് മുൻപ് ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറക്കപ്പെട്ട വോട്ടർ ഐഡൻറ്റി കാർഡ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. പുതിയത് നമ്മൾക്ക് ഈ പുതിയ ഐഡൻറ്റി കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ എല്ലാ സംവിധാന കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ എടുക്കേണ്ടതാണ് എന്ന് ചുരുക്കം. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, വളരെ കൃത്യതയോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ BLO ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ ആദ്യ ഘട്ടത്തിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ഇപ്പോൾ ഫൈനലായ രീതിയിൽ വോട്ടർ ലിസ്റ്റിൽ പേര് പരിശോധിക്കണം. വോട്ടർ ലിസ്റ്റ് പേര് പരിശോധിക്കാൻ ഒരു ലിങ്ക് പ്രകാരം നമ്മൾ എപ്പിക് നമ്പർ അടിച്ചു കൊടുത്താൽ അത് കിട്ടുന്നതാണ്. അത് പരിശോധിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മറിയാം, ആ ലിങ്ക് തൊട്ടാൽ മതി. ആ ലിങ്ക് തൊട്ടാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ പുതിയ ഐഡൻറ്റി കാർഡ് നമ്പറാണ്. ന്യൂമറേഷൻ ഫോം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ന്യൂമറേഷൻ ഫോമിൻ്റെ ഇടത് ഭാഗത്ത് നമ്മുടെ പേരിൻ്റെ അടിഭാഗത്ത് എപ്പിക് നമ്പർ എന്നൊരു നമ്പർ കാണും. ആ നമ്പറാണ് ഇതിൽ അടിച്ചു കൊടുക്കേണ്ടത്. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സംസ്ഥാനം ചോദിക്കും, ജില്ല ചോദിക്കും, അത് രണ്ടും അടിച്ചു കൊടുക്കുക. പിന്നീട് നമുക്ക് ഒരു കോഡ് നമ്പർ അടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറയും, ക്യാപ്ച. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലേക്ക് കയറിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വോട്ടും നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ കൃത്യമായ രീതിയിൽ നമ്മളത് നോക്കുകയും അതിൽ നമ്മൾ ആഡ് ചെയ്യുകയും നമ്മുടെ പേര് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയും ഇല്ലെങ്കിൽ പുതിയ വോട്ടിന് അപേക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്.
ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് എന്താണെന്ന് പറയുക, ഇപ്പോൾ കൂട്ടായ രീതിയിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ മാത്രം ചെയ്യേണ്ടി വരും. അതിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ വില്ലേജ് ഓഫീസർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കളക്ടർ ഓഫീസിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ തഹസിൽദാർ അടുത്ത് പോകേണ്ടി വരും. അവിടെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നീട് കോടതിയെ സമീപിക്കേണ്ടി വരും. അപ്പോൾ ക്രിട്ടിക്കലായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നീങ്ങാതിരിക്കാൻ വളരെ എളുപ്പത്തിലുള്ള വഴിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ വഴിയിലൂടെ കയറിയിട്ട് നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉറപ്പ് വരുത്തണം എന്ന് കൂടി അറിയിക്കുകയാണ്.